പരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിന് മൃതനായും ഞാൻ ക്രിസ്തുവിനോട് കൂടെയും ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണം ഒന്നുമില്ലല്ലോ. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുക, ധൈര്യപൂർവ്വം പറയുക, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിതനായി. അതും എൻ്റെ ജീവനുള്ള ദൈവത്തിനായി, ദൈവത്തിനു വേണ്ടി ഞാൻ ഇന്നും ജീവിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ക്രിസ്തുവിനായി ജീവിക്കും എന്ന് പൗലോസിലിയ സത്യത്തോട് മറ്റൊരു ജനത്തോട് നല്ല പൂർണ്ണതയോടും വിശ്വാസത്തോടും പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ പറഞ്ഞൂടെ? നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കണ്ടേ? നമ്മൾ യേശുവിൻ്റെ മക്കളല്ലേ? ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മളും പറയണം, ഞാനും യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവത്തോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് ദൈവത്തെ ഘോഷിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ ജീവിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായി ജീവിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, അതെ, ഞാൻ ഇന്ന് ദൈവത്തെക്കുറിച്ച്, ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് അറിയേണ്ടതില്ല. എനിക്ക് യേശുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്കറിയേണ്ടതില്ല. അപ്പം അങ്ങനെ പറയണമെങ്കിൽ, നമ്മൾ യേശുവിനെക്കുറിച്ച് അങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ നമ്മൾ യേശുവിലായിരിക്കണം, യേശുവിൻ്റെ മക്കളായിരിക്കണം. അങ്ങനെ നമ്മൾ യേശുവിൻ്റെ മക്കളാണോ എന്ന് നമുക്ക് ശോധന ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യമായി അങ്ങനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. എന്താണ് നമ്മൾ പറയേണ്ടത്? ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തീരുമാനിക്കണം. നമുക്ക് യേശുവിനെക്കുറിച്ചാണ് അറിയേണ്ടത്, യേശുവിൻ്റെ വചനത്തെക്കുറിച്ചാണ് അറിയേണ്ടത്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. ആ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം നമ്മളിൽ വന്ന് നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിൽ കത്തിച്ചൊലിക്കുമ്പോൾ, നമ്മൾ ജെറുസലേമിലും ജൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെയും കർത്താവിന് സാക്ഷികളായി പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമായി മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി അവരെ എല്ലാം ശുദ്ധീകരിക്കട്ടെ. പിതാവേ, എന്നെയും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും, എന്നെയും എൻ്റെ കുടുംബത്തെയും, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും മേലും ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെല്ലാം ശുദ്ധീകരിക്കട്ടെ. ആമേൻ.